കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശില പ്രഭുപാദ് കി ജയ്, ശില ഗുരുദേവ് കി ജയ്. ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൽ. എല്ലാ വൈഷ്ണവരുടെ നമസ്കാരം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ശ്ലോകം 15 അപ്പൊ നമ്മളിപ്പോ ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ഇന്നിപ്പോ നമ്മൾ മനസ്സിലാക്കാൻ പോണത് മത്സ്യാവതാരത്തിനെ കുറിച്ചാണ്. അപ്പൊ ശ്ലോകം വായിക്കാം. അധ്യായം 3 ശ്ലോകം 15, സ്കന്ധം 1. ഹരേ കൃഷ്ണ. ശ്ലോകം 15. രൂപം സജ്ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവാര്യോപ്യമഹിമയാവാൽ വൈവസ്വതം മനും. രൂപം സജ്ജഗൃഹേ മാത്സ്യം ചാക്ഷുഷോദതി സംപ്ലവേ നാവ്യാരോപ്യമഹിമയാമ്യവാൽ വൈവസ്വതം മനും. ഹരേ കൃഷ്ണ. രൂപം സഹ അവൻ ജഗൃഹേ സ്വീകരിച്ചു, മത്സ്യമായി, ചക്ഷുഷ ഉദതി ജലം, സംപ്ലവേ വെള്ളപ്പൊക്കം, നാവി ചെറിയ കപ്പലിൽ, ആരോപ്യ പരിരക്ഷിച്ചു കൊണ്ടിരുന്നു, മഹി പൃഥിവി, മ്യാ വിലയിപ്പിച്ചു, അപാൽ സംരക്ഷിച്ചു, വൈവസ്വത മനു മാനവ പിതാവ് മനു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം ഭാവാർത്ഥം. ചാക്ഷുഷ മനുവിന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള സമ്പൂർണ്ണ പ്രളയത്തിൽ സമഗ്ര ലോകവും ജലത്തിൽ ആഴ്ത്തപ്പെട്ടപ്പോൾ ഭഗവാൻ മത്സ്യാവതാരം സ്വീകരിക്കുകയും വൈവസ്വത മനുവിനെ ഒരു വഞ്ചിയിലാക്കി ജലപ്പരപ്പിൽ തന്നെ പരിരക്ഷിക്കുകയും ചെയ്തു. ഭാവാർത്ഥം. ഓരോ മനുവിന് ശേഷവും ഉന്മൂലനം സംഭവിക്കണമെന്നില്ലെന്ന് യഥാർത്ഥ ഭാഗവത വാക്യാതാവായ ശ്രീപാദ ശ്രീധരസ്വാമികൾ അഭിപ്രായപ്പെടുന്നു. എങ്കിലും ചാക്ഷുഷ മനുവിന്റെ കാലം ശേഷം സംഭവിച്ച ഈ പ്രളയം സത്യവ്രതന് ചില അത്ഭുതങ്ങൾ കാട്ടിക്കൊടുക്കാനായി ഉണ്ടായതാകുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നു. എന്നാൽ വിഷ്ണു ധർമ്മോത്തരം, മാർക്കണ്ഡേയ പുരാണം, ഹരിവംശം തുടങ്ങിയ ആധികാരിക ധർമ്മശാസ്ത്രങ്ങളിൽ ഓരോ മനുവിന് ശേഷവും സദാ പ്രളയം സംഭവിക്കുന്നുവെന്ന് സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നതായി സ്പഷ്ടമായി തെളിവ് സഹിതം ശ്രീ ജീവഗോസ്വാമി പ്രസ്താവിക്കുന്നു. ശ്രീ വിശ്വനാഥ ചക്രവർത്തി ശ്രീ ജീവഗോസ്വാമിയെ പിന്താങ്ങുകയും ഓരോ മനുവിന് ശേഷമുള്ള ഈ പ്രളയത്തെ ഭാഗവതാമൃതത്തിൽ നിന്നുള്ള ഉദ്ധരണികൾക്ക് ആധികാരികമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഇവയ്ക്കു പുറമെ ഭഗവത് ഭക്തനായ സത്യവ്രതനോട് പ്രത്യേക പ്രീതി കാട്ടാനായി
ഈ വിശേഷ കാലഘട്ടത്തിൽ ഭഗവാൻ സ്വയം അവതാരമെടുത്തു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം. ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാധ്യതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ചാഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്, ശില ഗുരുദേവ് കി ജയ്, നിതായ് ഗൗരപ്രമാനന്ദേ ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പോണത് മത്സ്യാവതാരത്തിനെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? രൂപം ജഗൃഹേ സഹ, അവൻ. ആരാണ്? ഭഗവാൻ അല്ലെ. അവൻ എന്ന് പറയുന്നത് ഇവിടെ ഭഗവാനെ. ജഗൃഹേ, സ്വീകരിച്ചു. അപ്പൊ ഭഗവാൻ എന്താ ചെയ്യണത്? ഓരോരോ അവതാരങ്ങൾ, ഓരോരോ രൂപങ്ങളെ സ്വീകരിക്കുകയാണ് ചെയ്യണത്. ഭഗവാന്റെ ഇഷ്ടപ്രകാരം അതാത് സമയത്തിനനുസരിച്ചിട്ട് ഭഗവാൻ ഓരോ രൂപങ്ങളെ സ്വീകരിക്കുന്നു. അപ്പൊ എന്തിനാ ഓരോരോ രൂപങ്ങളെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പരിത്രാണായ സാധൂനാം വിനാശാച്ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗ യുഗേന്ന് ഭഗവാൻ നമുക്ക് ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഓരോ ഭഗവാന്റെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിത്രാണായ സാധൂന. അപ്പൊ ഇവിടെ ഭാഗവതത്തിലും അതേപോലെ തന്നെ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗോവിപ്രസുര സാധൂനാം ഛന്ദസാം ധർമ്മസ്യ. അതായത് ഗോക്കളെയും പശുക്കളെ, അതായത് ഗോക്കൾ എന്ന് പറഞ്ഞാൽ പശുക്കളെയും വിപ്രൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, സുരൻ എന്ന് പറഞ്ഞാൽ ദേവന്മാര്, സാധുന ഭക്തന്മാര്, ഛന്ദസ വേദങ്ങള്, ധർമ്മസ്യ ധാർമ്മിക തത്വങ്ങള്. ഇത് എവിടെയെല്ലാം ചുതി സംഭവിക്കുന്നതോ, എപ്പോഴെല്ലാം ചുതി സംഭവിക്കണോ അപ്പോഴെല്ലാം ഭഗവാൻ സ്വയം അവതരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഭഗവാൻ അവതാരം എടുക്കണം. സ്വാംശരൂപങ്ങളാണ്. നമുക്കറിയാം ഭഗവാന്റെ വിഭിന്ന രൂപങ്ങളും സ്വാംശരൂപങ്ങളും ഉണ്ട്. ഇവിടെ ഭഗവാൻ സ്വയം ഭഗവാന്റെ ഇച്ഛ അനുസരിച്ചിട്ട് ഓരോരോ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞു തരുന്നത്. നമ്മൾക്ക് ഭഗവാന്റെ ഇഷ്ടത്തിനുള്ള, ഇവിടെ ഭഗവാൻ ഏത് രൂപം എടുത്തത്? ആദ്യത്തെ രൂപമായിട്ടാണ് നമ്മൾക്ക് ജയദേവ ഗോസ്വാമികൾ അദ്ദേഹത്തിന്റെ ഇതില് ഗീതാ ഗോവിന്ദത്തില് ആദ്യം 10 അവതാരങ്ങളെ കുറിച്ച് പറഞ്ഞു. അന്ന് നമ്മൾ വരാഹാവതാരം എടുത്തപ്പോഴും ഒരു ശ്ലോകം പറഞ്ഞു. ഇവിടെയും പറയുന്നത് അത് തന്നെയാണ്. പ്രളയ പയോധി ജലേ ധൃതവാനസിഖേദം വിഹിത ബഹിത്ര ചരിത്രമഖേദം കേശവാധൃത മീനശരീര. അപ്പൊ ഇവിടെ പറയുന്നത് ആദ്യത്തെ രൂപമായ മത്സ്യം അവതരിച്ചു എന്നാണ് ഇവിടെ പറയണത്. അപ്പൊ ഭഗവാൻ എന്തിനാ അങ്ങനെ മത്സ്യരൂപം അവതരിച്ചത്? കാരണം തമോ ഗുണത്തിലുള്ളതാണെന്നാണ് പറയുന്നത് മത്സ്യരൂപം, വരാഹരൂപം. അപ്പൊ ഈ രൂപങ്ങളിലെല്ലാം ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാൻ ആരാ അല്ലെ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെയും, ഈ സൃഷ്ടിയുടെ മുഴുവനും എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതിനപ്പുറം ഒന്നുമില്ല നമുക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മത്സ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു വരാഹമായിട്ടോ? ഭഗവാൻ സ്വന്തം ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്താൽ പോരെ. ഭഗവാൻ വിചാരിച്ച ചെയ്യാൻ ഇത്ര പണിയൊന്നുമില്ല അല്ലെ. എന്നാലും ഭഗവാൻ ഇതെല്ലാം ചെയ്യുന്നത് ഓരോരോ ഭക്തന്മാരുടെ അടുത്തും ഭഗവാൻ ആ ലീലകള് ഭഗവാൻ പിന്നെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഉണ്ട് എന്ന് നമ്മള് മനസ്സിലാക്കി തരികയാണ്. കാരണം ഒരു എന്താ പറയാ, ഒരു പന്നിയെ കണ്ടാൽ ഒന്ന് നമുക്ക് തോന്നും. പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാകും എന്റെ ഭഗവാൻ ഈ രൂപത്തിൽ വന്നിട്ടുള്ളതാണല്ലേ. മത്സ്യം, ആൾക്കാർക്ക് ഇപ്പൊ ഏറ്റവും ഇഷ്ടമുള്ളത് മത്സ്യമാണെന്ന് പറയുന്നേക്കാം. പക്ഷെ മത്സ്യത്തിനാണ്, തമോ ഗുണത്തിലാണ് ഭഗവാൻ അവതരിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ തമോ ഗുണ രൂപമുള്ള ആ മത്സ്യരൂപം അറപ്പുളവാക്കുന്നത് എന്നൊക്കെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ആ രൂപം ഭഗവാൻ എടുത്തത് എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ ഇവിടെ പറയണത് ഭഗവാന്റെ ഭക്തൻ, അതായത് സത്യവ്രത മഹാരാജാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ രൂപം എടുത്തത്. അപ്പൊ ആ രൂപത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണ് പ്രളയ പയോധി ജല, പയോധി എന്ന് പറഞ്ഞാൽ
ജലം. അപ്പൊ പ്രളയം വന്നിട്ട്, പ്രളയം എപ്പോഴാ വരിക? ബ്രഹ്മാവിന്റെ ഒരു പകലിന്റെ പകല് തീരുമ്പോഴാണ് പ്രളയം വരിക. അപ്പൊ പലതരത്തിലുള്ള പ്രളയങ്ങളുണ്ട്. നിത്യപ്രളയമുണ്ട്, നൈമിത്തിക പ്രളയമുണ്ട്. അപ്പൊ എന്താ പറയാ, ബ്രഹ്മാവിന്റെ ഓരോ കൽപ്പത്തിലും ചെറിയ ചെറിയ പ്രളയങ്ങളുണ്ട്. പിന്നെ മഹാപ്രളയം വരുമ്പോഴാണ് എല്ലാം ഭഗവാൻ കാരണോദക ശൈവിഷ്ണുവിലേക്ക് ലയിക്കുന്നത്. അത് വരെ ചെറിയ ചെറിയ പ്രളയങ്ങൾ ഇപ്പൊ നമുക്ക് തന്നെ ഇവിടെ കാണാൻ അറിയാം. ഓരോരോ വർഷങ്ങൾ ഓരോരോ തരത്തിലുള്ള ചെറിയ ചെറിയ പ്രളയങ്ങളായിട്ട് അവിടെ ഇവിടെയൊക്കെ എന്നിട്ട് തന്നെ നമ്മൾ എത്ര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ചെറിയ ഒരു സ്ഥലങ്ങളിൽ പോലും ഇത്രയധികം നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ആൾക്കാർക്ക് വരുത്താം എന്നുണ്ടെങ്കിൽ ആ മഹാപ്രളയം വരുന്ന സമയത്ത് എന്തായിരിക്കണം അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ പ്രളയ സമയത്ത് ഭഗവാൻ മത്സ്യത്തിന്റെ രൂപമെടുത്തു. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗത് ഹിതായ കൃഷ്ണായ, ജഗത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ ഗോവിന്ദായ നമോ നമ. ആ ഗോവിന്ദനെ നമ്മൾ നമസ്കരിക്കണം. നമ്മൾ ദിവസവും നമ്മൾ ചെല്ലണ ഒരു മന്ത്രമാണ് അല്ലേ അത്. അപ്പൊ ആ ഭഗവാൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത്രയും ഭഗവാൻ പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാരാണ് ഈ ലോകത്തിലെ ധർമ്മത്തിനെ പിടിച്ചു നിർത്തുന്നത്. ബ്രാഹ്മണന്മാരും ക്ഷത്രിയരും അവരുടെ കടമകൾ ഇപ്പൊ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയധികം ച്യുതി സംഭവിക്കുന്നത്. കാരണം ബ്രാഹ്മണ്യം എന്താണെന്നോ, ബ്രാഹ്മണൻ പൂണൂലിട്ടാലല്ലാന്നും, ഭഗവാനെ സേവിക്കുന്നത് ചണ്ടാളനായാലും ബ്രാഹ്മണന് തുല്യമാണ്, പണ്ഡിതാ സമദർശിന, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുള്ളതാ. അപ്പൊ അങ്ങനെയുള്ള ആ ബ്രാഹ്മണന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരെയും പിന്നെ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അധർമ്മത്തിന് ഇല്ലാണ്ടാക്കാന്നുള്ളത് ശരി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഭഗവാൻ മുൻതൂക്കം കൊടുക്കുന്നത് ഭക്തന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, ഇപ്പൊ നല്ല കാറ്റ് വീശുണ്ട്. ആ കാറ്റ് കച്ചട വെള്ളത്തിൽ കൂടെ പോയാലും നല്ല എന്താ പറയാ, നല്ല പൂന്തോട്ടത്തിൽ കൂടെ പോയാലും ആ മണം വഹിച്ചോണ്ട് പോയി എന്നല്ലാണ്ട് ആ കാറ്റിന് ആ മണമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അതേപോലെ ഭഗവാൻ മത്സ്യരൂപത്തിൽ വന്നാലും ശരിയാണ്, വരാഹരൂപത്തിൽ വന്നാലും ശരിയാണ്, കൂർമാവതാരം, ഇനിയിപ്പോ കൂർമാവതാരം വരുന്നുണ്ട് അല്ലെ, കൂർമാവതാരത്തിൽ വന്നാലും ഭഗവാൻ എന്ന് പറയണ ഭഗവാന്റെ രൂപത്തിനോ ഭാവത്തിനോ ശക്തിക്കോ ഒന്നും ഒരു കുറവും അവിടെ വരുന്നില്ല. ഭഗവാൻ ഇനിയൊരു ഇതെന്താന്ന് വെച്ചാൽ, ഭഗവാൻ മത്സ്യരൂപം 2 പ്രാവശ്യം എടുക്കുന്നുണ്ട്. നമ്മള് മത്സ്യരൂപത്തിനെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ അറിയാം ഭഗവാൻ ഒരു മത്സ്യരൂപം എടുത്തു. എന്താ പറയാ, വഞ്ചിയില് ഇത് കൊണ്ടുപോയി, എങ്ങനെയാ പറയാ, ഭൂമിയാവുന്ന വഞ്ചീനെ വാസുകിയാവുന്ന കയറുകൊണ്ട് കെട്ടിയെന്നാണ് ഈ പ്രളയ വയോധി ജലയില് വഹിത്ര ചരിത്രമഖേദം. അതായത് ആ ചരിത്രം, വഹിത ചരിത്രം എന്ന് പറയുന്നത് ഭഗവാന്റെ ചരിത്രത്തിനെ കുറിച്ച് പറയാണ് ഇവിടെ. ആ ചരിത്രത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭഗവാൻ എങ്ങനെയാണ് ഈ തോണി, പ്രളയജലത്തിലെ ഒരു തോണിയില് എല്ലാ വേദങ്ങളെയും വീണ്ടെടുക്കുന്നതിനായിട്ട്. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ബ്രഹ്മാവിന്റെ രാത്രിയില് അന്ത്യം, അതായത് രാത്രി എന്ന് പറയുമല്ലോ നമ്മുടെ, ആ പ്രളയ സമയത്ത് നിദ്രയിൽ ശയിക്കാൻ പോയി. അപ്പോ ബ്രഹ്മാവിന്റെ ആ ഉറക്കത്തിൽ നിന്ന് ആ വേദങ്ങള് ഹയഗ്രീവൻ എന്ന് പറഞ്ഞ ഒരു അസുരൻ അറിയാണ്ട് ബ്രഹ്മാവിൽ നിന്ന് അത് കവർന്നെടുത്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് 4 വേദങ്ങളുണ്ട്: ഋഗ്, സമ, യജുർവേദം, അഥർവവേദം. ഈ 4ഉം ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. മുമ്പിലത്തെ മുഖത്തിൽ നിന്നാണ് യജുർവേദം വരുന്നത്, ഋഗ്വേദം വരുന്നു. പിന്നെ അങ്ങനെ ഓരോ തലകളിൽ, ഓരോ ബ്രഹ്മാവിന്റെ വക്രങ്ങളിൽ നിന്നാണ് ഓരോ വേദങ്ങൾ വന്നത്. അപ്പോ ഈ വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നത് തന്നെ ബ്രഹ്മാവിന് കൊടുത്തിട്ട് അത് ബ്രഹ്മാവിൽ നിന്നാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ വേദങ്ങളെയാണ് ആരാണ് ഈ ഹയഗ്രീവൻ എന്ന് പറഞ്ഞ അസുരൻ വന്നിട്ട് തട്ടിക്കൊണ്ടുപോണത്. അപ്പൊ ഈ വൈദിക ജ്ഞാനം എടുത്തോണ്ട് പോയാൽ എന്താ ഉണ്ടാവുക? അധർമ്മം അവിടെ ഉണ്ടാവും. അപ്പൊ ഭഗവാന് മനസ്സിലായി, ഇപ്പൊ നമ്മൾ വായിച്ചു ഇവിടെ, എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു പ്രളയം ഉണ്ടാവാനുള്ള ഇതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ജീവഗോസ്വാമി പറയണത് എല്ലാ കൽപ്പത്തിലും പ്രളയമുണ്ട് എന്ന് പറയണമെന്നാണ് നമ്മൾ വായിച്ചില്ലേ. അപ്പോ ആ പ്രളയ സമയത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയ സമയത്ത് ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ എന്താ പറയാ, ഹയഗ്രീവനെ കൊന്നിട്ട് ആ വേദങ്ങളെ തിരിച്ചെടുത്തു. അപ്പോ ഇത് എപ്പോഴാണ് നടന്നത്? ഇത് നടന്നത് സ്വയംഭൂ മനുവിന്റെ കാലത്താണ്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കി വരാഹാവതാരത്തിലും 2 അവതാരം ഉണ്ട്. അതേപോലെ മത്സ്യ അവതാരം 2 പ്രാവശ്യം ഭഗവാൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ 2 പ്രാവശ്യത്തിലും ഭഗവാൻ മത്സ്യാവതാരം എടുത്തത് 2 തരത്തിലാണ്. അതായത് ഒന്ന് പോയ വേദങ്ങളെ രക്ഷിച്ചെടുക്കാനും, പിന്നെ ഒന്ന് സത്യവ്രതൻ എന്ന് പറഞ്ഞ മഹാരാജാവിന് ഭഗവാന്റെ മഹത്വത്തിനെ കാണിച്ചു കൊടുക്കാനും, പ്രളയത്തില് ഈ ഭഗവാൻ എങ്ങനെയാണ് രക്ഷിക്കുന്നത് എന്നുള്ളത് ആ ഒരു സന്ദേശം കൂടെ നമുക്ക് കാണിച്ചു തരാനും കൂടെ ആയിട്ടാണ് ഭഗവാൻ 2 പ്രാവശ്യം വരുന്നത്. അപ്പൊ ഇവിടെ പറയണത് എന്താ? വിവസ്വാന്റെ പുത്രൻ. വിവസ്വാൻ നമ്മൾക്കറിയാം, ഭഗവാൻ ആദ്യം വേദം ഉപദേശിച്ചത് ഈ ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ പഠിക്കേണ്ടത്, നമ്മളെ ഭഗവാൻ ആദ്യം വേദം ഉപദേശിച്ചത് വിവസ്വാൻ എന്ന സൂര്യദേവനാണ്. ആ വിവസ്വാന്റെ പുത്രനായിട്ടാണ് ഈ സത്യവ്രത മഹാരാജാവ് ഇപ്പൊ വരുന്ന ഈ ഇപ്പോൾ നടക്കുന്ന വൈവസ്വത മനുവായിട്ട് വന്നിട്ടുള്ളത്. അപ്പോ അത്രയും അധികം ക്വാളിറ്റീസ്, അത്രയധികം എന്താ പറയാ ഗുണങ്ങളുള്ള രാജാവായിരുന്നു സത്യവ്രത രാജാവ്. അല്ലാണ്ട് ഭഗവാൻ അങ്ങനെ വെറുതെ ഒരു രൂപത്തിലോ വെറുതെ ഒരു ഇതിലോ ഒന്നും ആരുടെയും ഇതിൽ വരില്ല. നമ്മളുടെ അടുത്ത് നമുക്ക് ഭഗവാനെ കാണണം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് എത്രത്തോളം ആ ഗുണങ്ങള് നമ്മളറിയാം. ഭഗവാന്റെ ഗുണങ്ങൾ എത്ര ഗുണങ്ങൾ, 64 ഗുണങ്ങളുണ്ട് ഭഗവാന്. ആ ഗുണങ്ങളില് ഏതെങ്കിലുമൊക്കെ ചെറിയതായിട്ടെങ്കിലും നമ്മളിലേക്കും ഉണ്ടല്ലോ. ഭഗവാന്റെ അംശമാണല്ലോ നമ്മൾ. അപ്പൊ ചെറിയ ചെറിയ ഗുണങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോ ഇവരെ പോലെയുള്ളവരെന്ന് പറഞ്ഞാൽ എന്നും ഭഗവാന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ളവരാ. അപ്പൊ അങ്ങനെയുള്ള ആ സത്യവ്രത മുനിയുടെ അടുത്തേക്കാണ് 2-ാമത്തെ പ്രാവശ്യം ഭഗവാൻ മത്സ്യരൂപത്തിൽ വരുന്നത്. അപ്പോ നമുക്ക് ബ്രഹ്മാവിന്റെ ഒരു കൽപ്പം, ഒരു ചതുർയുഗം, അങ്ങനെ 14 മണിക്കൂർ, ഒരു പകലില് 14 മണിക്കൂർ വരും. അപ്പൊ ഇപ്പൊ വരുന്നത് 7-ാമത്തെ മനുവാണ്. അപ്പൊ ഈ മന്വന്തരത്തിലാണ് വൈവസ്വത മനു വന്നതാണ്. സത്യവ്രത മഹാരാജാവാണ് ഈ വൈവസ്വത മനുവായിട്ട് വന്നത്. അപ്പോ ഹയഗ്രീവനെ വധിച്ചിട്ട് വേദങ്ങൾ സംരക്ഷിക്കുന്നതിന് ഭഗവാൻ ഒരു മത്സ്യരൂപത്തിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. അത് വന്നത് സ്വയംഭൂ മനുവിന്റെ കാലത്താണ്. ഇത് വന്നിട്ടുള്ളത് ചക്ഷുഷ മനുവിന്റെ കാലഘട്ടത്തിലാണ്. സമ്പൂർണ്ണ പ്രളയത്തിൽ സമഗ്ര ലോകം താഴ്ത്തപ്പെട്ടപ്പോൾ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്നാ ഇനി ആ ചെറിയൊരു കഥ പറയാൻ നമുക്ക്. അതായത് ഈ സത്യവ്രത മുനി കുളിക്കാനായിട്ട് പോകും. കുളിക്കാനായിട്ട് ക്രതമാല എന്ന് പറഞ്ഞ ഒരു നദിയിലെടുത്ത് കുളിക്കാനല്ല, തർപ്പണം ചെയ്യാനായിട്ട് അവരവിടെയാണ് കുളിച്ച് തർപ്പണം ചെയ്യാറ്. അപ്പൊ തർപ്പണം ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു കുട്ടി സ്വർണ്ണ മത്സ്യം ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരും. അപ്പൊ അദ്ദേഹം അത് കളഞ്ഞിട്ട് തിരിച്ചും ആ തർപ്പണം ചെയ്യുന്ന സമയത്ത് അത് തിരിച്ചും വരും. എന്നിട്ട് ആ മത്സ്യം സംസാരിക്കും. ആ മത്സ്യം എന്താ പറയണത്? രാജാവേ, എന്നെ ഒന്ന് രക്ഷിക്കൂ, ഞാൻ ചെറിയ കുട്ടിയല്ലേ. അപ്പൊ തന്നെ രാജാവിന് അത്ഭുതം തോന്നി, ഇതെങ്ങനെയാ ഈ മത്സ്യം ഇങ്ങനെ സംസാരിക്കണേന്ന്. എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്ന് പറയാണ്. അപ്പൊ ആ കുമ്പിൾ ജലത്തിലെടുത്ത് ആ കയ്യിലേക്ക് രാജാവ് ആ മത്സ്യത്തിനെ എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് കൊണ്ടുപോയി വെച്ചു. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ മത്സ്യല്ലേ. പക്ഷെ പറഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കുന്ന അനുസരിച്ചിട്ട് മത്സ്യം ഇങ്ങനെ വളരെയാണ്. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? കുളത്തിൽ കൊണ്ടിട്ടു. കുളത്തിൽ കൊണ്ടുപോയിട്ടപ്പോ കുളത്തിന്റെ അത്ര തന്നെയായി ഈ മത്സ്യം. അപ്പൊ രാജാവിന് അത്ഭുതമായി. അപ്പൊ രാജാവ് എന്ത് ചെയ്തു? അതിലും വലിയൊരു തടാകത്തിൽ കൊണ്ടിട്ടു. തടാകത്തിൽ കൊണ്ടിട്ടപ്പോഴും ആ മത്സ്യം ആ തടാകത്തിന്റെ അത്രയായി. അപ്പൊ രാജാവിന് മനസ്സിലായി, ഇതൊരു സാധാരണ ഒരു മത്സ്യമൊന്നും അല്ല, ഇത് ഭഗവാൻ തന്നെയായിരിക്കണം, അല്ലാണ്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവിടെ ആ രാജാവിന് തോന്നിയത് ഇത് ഭഗവാനാണെന്നാണ് അല്ലെ. നമുക്ക് ചിലപ്പോ തോന്നും, ഇത് ഏത് രൂപമാണ് അല്ലെങ്കിൽ എന്താണ് ഇത്? കാരണം രാജാവിന്റെ സത്വഗുണത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് രാജാവിന് എല്ലാം നല്ലതായിട്ട്, സത്വമായിട്ട് എല്ലാം നല്ലതായിട്ട് തന്നെ തോന്നുന്നത്. സത്വഗുണമല്ല, അതിലും മേലെയാണ് രാജാവിന്റെ ആ അവസ്ഥ. അപ്പൊ നമുക്ക് കാണുന്നതെല്ലാം, അങ്ങനെയുള്ളവർക്ക് യാതൊരു വേർതിരിവില്ലല്ലോ, നല്ലത് ചീത്ത ദ്വന്ദ്ങ്ങളില്ല അവർക്കൊന്നും. അപ്പോൾ അത് ഭഗവാൻ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ അങ്ങ് ആരാണ്, എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭഗവാൻ പറയാണ്, ഇന്നേക്ക് 7 അതായത് നാള് കഴിയുമ്പോ പ്രളയം ഉണ്ടാവുന്നു. ആ പ്രളയത്തില് എല്ലാ ജീവജാലങ്ങളും ഇല്ലാണ്ടാവും. അപ്പൊ അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഇല്ലാണ്ടാവുമ്പോ പ്രളയത്തിന്റെ മുകളിലേക്ക് ഈ ഒരു തോണി, അതായത് ഒരു ഇനത്തിൽ പറയണത് ഭൂമിയെ തന്നെ കപ്പൽ രൂപത്തിലാക്കി എന്നാണ് പറയണത്. എന്നിട്ട് അതിലേക്കാണ് എല്ലാം ജീവജാലങ്ങളെയും വച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ആ സ്വർണ്ണ മത്സ്യം അങ്ങോട്ട് വലിയൊരു മത്സ്യമാണ്. എന്നിട്ട് അതിന്റെ തേറ്റ, ആ തേറ്റയില് ഭഗവാൻ പറയും, എല്ലാ ജീവജാലങ്ങളും, സകലമാന ജീവജാലങ്ങളുടെയും ബീജങ്ങൾ ശേഖരിക്കണം. രാജാവിനോട് പറഞ്ഞത് അതാണ്, ബീജങ്ങൾ ശേഖരിക്കുക. സപ്തർഷികള്, ഭഗവാന്റെ ബ്രഹ്മാവിൽ നിന്ന് വന്നിട്ടുള്ള ബ്രഹ്മാവിന് 10 മക്കളുണ്ട്. അപ്പൊ ആ 10 മക്കള്
ആദ്യത്തെ ഒരു ഭാഗം സപ്തർഷികള്, പിന്നെ വസിഷ്ഠൻ, ദക്ഷൻ, നാരദൻ. നാരദൻ ബ്രഹ്മാവിന്റെ നല്ല ചിന്തകളിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പൊ ഈ സപ്തർഷികളെയും കൂടെ അതിൽ വയ്ക്കണം. എന്നിട്ട് ആ പ്രളയ ജലത്തിന്റെ മുകളില് ഈ തോണി ഇരിക്കും. ആ തോണിയിൽ എന്നിട്ട് ഈ എല്ലാം വച്ചിട്ട് പ്രളയാവസാനം വരെ ആ തോണിയിലായിരിക്കും ഭഗവാൻ ഇതിനെ എല്ലാത്തിനെയും സംരക്ഷിക്കുക എന്ന് പറയാണ് സത്യവ്രത മുനിയോട്. അങ്ങനെ ആ സമയമാകുമ്പോ എന്നെ വിളിച്ചാൽ മതി, ധ്യാനിച്ചാൽ മതി, ഞാൻ വന്നോളാം എന്ന് പറയാണ്. അങ്ങനെ സത്യവ്രത മുനി മുനിയല്ല, രാജാവ് എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങളുടെ ബീജങ്ങളെ ശേഖരിച്ച് എല്ലാ തരത്തിലുള്ള സജ്ജമാക്കിയ ശേഷം ഭഗവാനെ പ്രാർത്ഥിക്കും, ഭഗവാനെ ധ്യാനിക്കുകയാണ്. ഭഗവാനെ ധ്യാനിച്ച് അപ്പൊ ഭഗവാൻ പ്രത്യക്ഷപ്പെടുമ്പോ പറയും വാസുകി കയറാക്കുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത്. അതായത് കൂർമാവതാരത്തിലും വാസുകിയാണ്, മന്ദരപർവ്വതം കടകോലായിട്ടും വാസുകിയാണ് കയറായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ വാസുകിക്ക് വളരെ പ്രത്യേകതകളുണ്ട്, അതാണ്. അപ്പൊ വാസുകിയെ വച്ചിട്ട് കെട്ടാൻ പറയാണ്. ആ ഭഗവാന്റെ തേറ്റയുടെ മുകളിലേക്ക് ഈ കപ്പല് കെട്ടണം. നമ്മുടെ ഇതില് ആദ്യത്തെ അവതാരത്തെ ഭഗവാൻ ഇതിനെപ്പറ്റി പറയുമ്പോ നമ്മൾക്കറിയാം, വേറെ ചില മതങ്ങളിലും ഇങ്ങനെ തന്നെയുള്ള സംഭവങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? ഒരു പേടകം ഉണ്ടാക്കിയെന്നും ആ പേടകത്തിലേക്ക് എല്ലാം വെച്ചിട്ട് ആ പേടകത്തിലായിരുന്നു പ്രളയത്തിന്റെ മുകളിൽ ഉണ്ടായിരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതില് അന്ന് തന്നെ പറയുന്നുണ്ട് കപ്പല്, ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. ഒരു എന്താ പറയാ, കപ്പലിൽ, നാവി, ചെറിയ കപ്പലിൽ എന്നാ പറയണത്. ഭഗവാന്റെ കണക്കിന് അതൊരു ചെറിയ കപ്പലായിരിക്കും. നാവിയില് കെട്ടി എന്നാണ് പറയണത്. അപ്പൊ ആ കപ്പലില് എല്ലാ ജീവജാലങ്ങളുടെയും ബീജങ്ങളെ വച്ചിട്ട് സത്യവ്രത മുനിക്ക് ഭഗവാൻ വേദങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. എല്ലാ വൈദിക ജ്ഞാനങ്ങളും സപ്തർഷികൾക്കായാലും ഈ രാജാവിനായാലും ഉപദേശിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഉപദേശിച്ചിട്ട് അതായത് പ്രളയത്തിന്റെ അവസാനം വരെ അവിടെ ആ രാജാവ് അതിൽ ഇരുന്നിട്ട് പറയും. അടുത്ത ഒരു മന്വന്തരത്തിൽ വരുമ്പോ ആ രാജാവായിരിക്കും ആദ്യം പറഞ്ഞു വൈവസ്വത മനുവായിട്ട് വരുന്നത്. ആ വൈവസ്വത മനുവിന്റെ കാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വൈവസ്വത മനുവിന്റെ കാലത്തിൽ ഇപ്പൊ നമ്മൾ ഇരിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ അതായത് ഇപ്പോഴത്തെ മനു എന്ന് പറയുമ്പോൾ 14 മനുക്കളിലെ 7ാമത്തെ മനുവാണല്ലോ. അപ്പൊ ബ്രഹ്മാവിന്റെ ആയുസിന്റെ പകുതി ഭാഗം അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഇനി ഈ ഒരു യുഗത്തില്, ഈ ഒരു മന്വന്തരത്തില് ഈ വൈവസ്വത മനുവിന്റെ, അതായത് അത്രയും ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു അതുകൊണ്ടാണല്ലോ ഭഗവാൻ മനുവായിട്ട് തെരഞ്ഞെടുത്തത്, അല്ലെ? എന്നിട്ട് ആ മനുവിന്റെ കാലത്തിലാണ് ഇപ്പോൾ നമ്മളുടെ ഈ യുഗം, ഈ മന്വന്തരം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സത്യവ്രത മുനിയിൽ നിന്ന് രാജാവിൽ നിന്ന് ഈ എല്ലാ പ്രളയം തീരുന്നത് വരെ ആ തോണി ഒരു ഇതുമില്ലാണ്ട് ആ പ്രളയ ജലത്തില് പൊങ്ങിക്കിടന്നു എന്നാ പറയണേ. അങ്ങനെ പൊങ്ങിക്കിടന്ന ആ തോണിയെ ഭഗവാന്റെ തേറ്റയില് ഭഗവാൻ വളരെയധികം സംരക്ഷിച്ചു കൊണ്ടുപോയി. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അഹം ബീജപ്രദ പിതാന്ന് ഭഗവാൻ എല്ലാത്തിലും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ആ ബീജങ്ങളെ എല്ലാത്തിനെയും സൂക്ഷിച്ചിട്ട് തിരിച്ചും ആ പ്രളയം അവസാനിക്കുമ്പോൾ അതെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി നിർത്താണ് ചെയ്യണത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് വേണം ഈ സമയത്ത് നമ്മളുടെ എന്താ പറയാ എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും പുനർജീവിതം, അതായത് പുതിയതായിട്ടുള്ള ഇത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവാനെ, ആ മത്സ്യരൂപിയായ ആ ഭഗവാനെ പ്രളയവയോധിജലെ ധൃതവാനസി ഭേദം, അപ്പൊ ആ വേദത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വയം രൂപമെടുത്ത ആ ഭഗവാനെ, അതുപോലെ തന്നെ ഓരോ ഭക്തന്റെ കഷ്ടങ്ങളെ കാണുമ്പോൾ തിരിച്ചും ഈ ലോകത്ത് വന്നിട്ട് നമ്മൾക്ക് വേണ്ടി ഭഗവാൻ ഓരോ രൂപങ്ങൾ എടുത്താണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വിവസ്വാനാണ് ആദ്യം ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തതെന്ന് നമ്മൾ പറഞ്ഞു, അല്ലെ? അപ്പം ഏവം പരമ്പരാപ്രാപ്തം ഇമ്മൻ രാജർഷ്യോ വിദു സകാലേനേഹമഹ യോഗോ നഷ്ടപരന്തപ, ഇത് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുള്ളതാണ്. ഭഗവാൻ ഇങ്ങനെ യോഗങ്ങളെ എല്ലാം വേദങ്ങളുടെ എല്ലാത്തിനും ചുതി വരുമ്പോ തിരിച്ചും ഭഗവാൻ അത് വന്ന് പറഞ്ഞു തരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എന്നിട്ടാണ് ഭഗവാൻ പറയുന്നത്, ഞാൻ ഈ എന്താ പറയാ വിവസ്വാന്, ഞാൻ ഇപ്പോഴത്തെ എന്താ പറയാ വിവസ്വാന് ഞാൻ
ഈ വേദങ്ങള് പണ്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അർജുനൻ ചോദിക്കുന്നുണ്ടല്ലേ, ഭഗവാൻ ഈ വിവസ്വാൻ എന്ന് പറയുന്നത് എപ്പോഴോ വന്നതാ, ഇപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് അത് പറഞ്ഞു കൊടുത്തത് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവണില്ല എന്ന് അർജുനൻ പറയുന്നുണ്ട്. കാരണം ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ കർമ്മങ്ങളെ കുറിച്ചും നമ്മൾക്കൊന്നും അറിവില്ല, നമ്മൾക്കൊന്നും പറയാനായിട്ടുള്ള കഴിവുമില്ല. പക്ഷെ നമ്മളെല്ലാവരും ശ്രമിക്കുകയാണ് ഭഗവാനെ പറ്റി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ഭഗവത്ഗീത അപൗരുഷേയം എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ അത് വേറൊരാളുമായിട്ടല്ല പറഞ്ഞിട്ടുള്ളത്, അത് ഭഗവാനിൽ നിന്ന്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ പരമദിവ്യോത്തമ പുരുഷനാണ്, പരമപുരുഷനാണ് ഭഗവാൻ, പുരുഷോത്തമനാണ് ഭഗവാൻ. ആ ഭഗവാനിൽ നിന്ന് വന്നതാണ് ഭഗവത്ഗീത. അപ്പൊ ആ ഭഗവത്ഗീതയിൽ കൂടെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഭഗവാനാണ് നമ്മളിപ്പോ, ആ ഭഗവാന്റെ ലീലകളാണ് നമ്മൾ ഭാഗവതത്തിൽ ഇങ്ങനെ ഓരോരോ ശ്ലോകങ്ങളിൽ കൂടെ പഠിച്ചു തരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയണത് എന്താ, നമ്മളുടെ ഭഗവത്ഗീതയ്ക്ക് ഇപ്പൊ നമുക്കറിയാം എന്തുമാത്രം വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ ശരിയായ വ്യാഖ്യാനം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുശിഷ്യ പരമ്പരയിൽ കൂടിയുള്ള ശ്രീല പ്രഭുപാദയുടെ, നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് ശ്രീല പ്രഭുപാദ നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ ആ തന്നിട്ടുള്ള ജ്ഞാനത്തിൽ കൂടെ ഭഗവാന്റെ ഓരോ അവതാരങ്ങളെ കുറിച്ച് നമ്മളെ ഇവിടെ വിശദമായിട്ട് ഇനി പഠിക്കും. അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മള് ഭഗവാന്റെ ഈ അവതാരത്തിനെ കുറിച്ച് ഇപ്പോ പറഞ്ഞിട്ടുള്ളതാണ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കണ്ടിന്യൂ ചെയ്തോളൂ മാതാജി, കണ്ടിന്യൂ ചെയ്തോളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ എന്താ പറയാ, ഞാനതൊന്ന് പറയാട്ടെ, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് കേട്ടോ പ്രഭു. മത്സ്യാവതാരത്തിനെ കുറിച്ച് പറയാം. അതായത് ഭഗവാൻ ഗോക്കള ബ്രാഹ്മണർ ദേവന്മാർ സാധുക്കൾ ഇവരുടെ എല്ലാവരെയും എന്ത് രക്ഷിക്കാനാണ്? വേദം, ധർമ്മം, അർത്ഥം, ഇതിനെ എല്ലാത്തിനെയും രക്ഷിക്കാനായിട്ടാണ് ഭഗവാൻ സന്ദർഭാനുസരണമായിട്ട് പല ശരീരങ്ങൾ എടുക്കുന്നു. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു ഭഗവാൻ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞത്, ഭഗവാൻ ജഗൃഹേ സ്വീകരിക്കുന്നു. ഓരോ ശരീരങ്ങളും ഭഗവാൻ ഈ തരത്തിലുള്ള എല്ലാം രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെ അവതരിക്കുന്നത്. അപ്പോ കൽപ്പാവസാനത്തില് നമ്മൾ പറഞ്ഞു സത്യവ്രത മുനിയെ ഇങ്ങനെ ജലത്തിൽ തർപ്പണം ചെയ്യുമ്പോഴാണ് ഭഗവാൻ ചെറിയ മീനായിട്ട് വന്നതെന്നും എന്നിട്ട് അതിൽ നിന്ന് വലിയ മീനായിട്ട് ഭഗവാൻ മാറിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഭഗവാൻ എന്താ ചെയ്തത്, ഈ ഇത് കെട്ടണതിന് മുമ്പ്, അതായത് ഭഗവാൻ ഈ തേറ്റയിലേക്ക് കപ്പല് കെട്ടുന്നതിന് മുമ്പ് ഭഗവാൻ മറിഞ്ഞു പോവാണ്, ഇത്രയും വലിയൊരു മത്സ്യമായിട്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ, വേണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്തിനാ ഈ ഒരു ചെറിയ മത്സ്യമായിട്ട് വന്ന് വലിയ മത്സ്യമായിട്ട് വന്ന് പിന്നെ ഒരു വലിയ മത്സ്യമാക്കിയിട്ട് തിരിച്ചും സമുദ്രത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? ഭഗവാന് നേരെ ഒരു വലിയ മത്സ്യമായിട്ട് സത്യവ്രത മുനിക്ക് ഒരു സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്താൽ പോരെ, ഇങ്ങനെ ഞാനിവിടെ മത്സ്യമായിട്ട് അവതരിച്ചിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും എടുത്തോട്ട് വരൂ എന്ന് പറഞ്ഞാൽ മതി അല്ലേ. പക്ഷെ ആ ഒരു ഭക്തന് കൂടുതൽ ഭഗവാനായിട്ട് ആ ഒരു സ്പർശം അല്ലെ, ഭഗവാന്റെ ഒരു സ്പർശം മത്സ്യരൂപത്തിലാണെങ്കിലും ഭഗവാന്റെ ആ ഭക്തന് ഭഗവാനെ തൊടാനുള്ള ഒരു ഭാഗ്യം കിട്ടുകയാണ് അല്ലെ. അന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഭഗവാനാന്ന് അറിഞ്ഞിട്ടല്ല എന്ന് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ലാസ്റ്റ് വരുമ്പോ അറിയുന്നുണ്ടല്ലോ ഭഗവാനാണെന്നുള്ളത്. അപ്പൊ ആ ഭഗവാന്റെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഭഗവാന്റെ ഒരു തലോടല് ആ ഭക്തനെ കിട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഭഗവാന് വെറുതെ പറഞ്ഞാൽ മതി, ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് അവതരിക്കുന്നത് ഒരു കപ്പലിൽ വരാനായുള്ള പാകത്തിന് റെഡി ആയിട്ട് വന്നോളൂ, അങ്ങനെയല്ല ഭഗവാൻ ചെയ്യുന്നത്. ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരാണ് മുഖ്യം. നമ്മൾ കണ്ടിട്ടുണ്ട് ഭഗവാൻ സുധാമാവ്, ഒന്നുമില്ല ഭഗവാൻ സുധാമാവ് എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ഒന്നുമില്ലാത്ത ഒരു കളിക്കൂട്ടുകാരനായിരുന്നു. പക്ഷെ ഭഗവാൻ എങ്ങനെയാ കളിക്കൂട്ടുകാരനെ രക്ഷിച്ചതല്ലേ, അത്രയും സ്നേഹത്തിലായിരുന്നു. അതുപോലെ രാമാവതാരത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ജഡായു ഒരു പക്ഷിയാണ്. പക്ഷെ ശ്രീരാമദേവൻ ജഡായുവിനെ സ്വന്തം സഹോദര തുല്യനായിട്ട് പോലെയാണ് എന്നിട്ട് ആ ജഡായുവിനെ ദഹിപ്പിക്കുന്നതല്ല, അത്രയും ബഹുമാനത്തോടു കൂടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭഗവാന്റെ, അതുപോലെ തന്നെ എന്താണ് ആന അല്ലെ, ആ ഗജേന്ദ്രൻ, ബഹുമാനയല്ലല്ലോ നമ്മൾ പറയുമ്പോ പറയും ബഹുമാനം ഉണ്ടല്ലോ അല്ലെ. ആ ഗജേന്ദ്രൻ തീരാറായി, എന്റെ കാലിങ്ങനെ
ഭൂമിയിലേക്ക് പോയി ഭഗവാനെ ഇനി എനിക്ക് ഒരു രക്ഷയില്ല, അത്രയും നാളെ അഹങ്കാരമായിരുന്നു, എനിക്ക് എല്ലാം അറിയാം, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്നല്ലേ. അവസാനമായപ്പോ എല്ലാം പോയി, എല്ലാ പ്രതീക്ഷകളും പോയി, ആ തടാകത്തിലേക്ക് ഇങ്ങനെ താന്ന് പോകുന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് അവിടെ കിടക്കണ അവിടെ വിടർന്ന് നിൽക്കണ ആ ഒരു താമര മൊട്ടെടുത്തിട്ട് ഭഗവാൻ അങ്ങോട്ട് സമർപ്പിക്കുന്നത്, ആ പൂവെടുത്ത് സമർപ്പിക്കുകയാണ് അല്ലെ. സമർപ്പിച്ചു ഭഗവാനേന്നൊരൊറ്റ വിളിയില് ഗരുഡന്റെ പുറത്ത് കയറിയിട്ട് ഭഗവാൻ ഓടി വരിക. അപ്പൊ നമ്മളിവിടെ കാണിച്ചു തരുന്നത് അവതാര രൂപത്തിലായാലും അല്ലാത്ത തരത്തിലാണെങ്കിലും എല്ലാ മൃഗങ്ങളെയും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ പലതരത്തില് മയിൽപീലി ഭഗവാൻ വെക്കുന്നുണ്ട്, മയില്. അപ്പൊ മയിലായാലും ഗരുഡനായാലും ആനയായാലും തിമിംഗലമായാലും എല്ലാം, ആമ, പന്നി, ഇതിനെല്ലാത്തിനെയും നമ്മൾക്ക് ഒരിക്കലും ഉപദ്രവിക്കാനോ അതിൽ വേറെ ആയിട്ടോ കാണാനുള്ള അധികാരമില്ല എന്ന് പറയാൻ തന്നെ കാരണം ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. നമ്മളടക്കം ഒരു ജീവി പോലെയാണ്. നമ്മൾ മനുഷ്യജീവികളാണ്, മനുഷ്യവർഗങ്ങൾ മാത്രമാണല്ലോ. മറ്റുള്ള എത്രയും 84 ലക്ഷം ജീവജാലങ്ങളിലുള്ള ഒരു വർഗം മാത്രമേ മനുഷ്യനുള്ളൂ. ആ മനുഷ്യനാണ് ഈ ഭഗവാന്റെ എല്ലാ സൃഷ്ടികൾക്കും നാശത്തിന് കാരണം. എന്നിട്ട് നമ്മൾ എന്താ പറയാ, ആന കാട്ടിലിറങ്ങി, അല്ലെങ്കിൽ കുറുക്കം വന്നു, അവരുടെ സ്ഥലത്ത്, അവര് ജീവിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മുടെ വീട് വെച്ചിട്ട് അവരെ നമ്മൾ ഓടിക്കും. ഇപ്പൊ നമ്മുടെ വീട്ടില് അതിഥിയായിട്ട് വന്നിട്ട് ആ ആള് നമ്മളുടെ എഗൻസ്റ്റ് നിൽക്കണ മാതിരിയാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കണേ, മനുഷ്യർ എന്ന് പറഞ്ഞ വർഗം ചെയ്തുകൊണ്ടിരിക്കണേ. അതിൻ്റെതായ കെടുതികളാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവനും. അപ്പൊ അങ്ങനെയുള്ള ഓരോ ജീവജാലങ്ങളിലും ഭഗവാൻ അന്തർഗതനായിട്ടുള്ളതുകൊണ്ട് ഈ പരമാത്മ രൂപത്തിലുള്ള ഭഗവാനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഓരോ രൂപങ്ങളും കൂടെ എടുക്കുന്നത്. പക്ഷെ നമ്മൾക്ക് മനസ്സിലാവണില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ മത്സ്യത്തിനെ മത്സ്യമായിട്ടും പന്നിയായിട്ടും അങ്ങനെയാണ്. പന്നി എന്നൊക്കെ പറഞ്ഞ് ചീത്തവാക്കായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാര്. പക്ഷെ അതിനെ പോലും ഭഗവാന്റെ അവതാരത്തിൽ കൂടെ പുണ്യമാക്കി കാണിച്ചു തന്നു നമ്മളെ. പക്ഷെ ആ നമ്മൾക്ക് പോലും ആ ഭഗവാന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിനോടൊക്കെ ഒരു നികൃഷ്ടത, ഒരു ചെളിയിൽ കിടന്ന് പന്നിങ്ങനെ കളച്ച് മറിയണൊക്കെ കാണാം അല്ലേ നമുക്ക്. പിന്നെ ഭഗവാൻ എന്താ ചെയ്തേ, ഇതൊരു സ്റ്റോറി ഞാൻ കണ്ടതാണ്, അത് നമ്മുടെ ഇതിലുള്ളതൊന്നല്ല. അതായത് ഒരു കുട്ടിയുടെ കുട്ടി വന്നിട്ട്, ഒരു സയന്റിസ്റ്റ് ആയിട്ടൊരു കുട്ടി വന്നിട്ട് പറയും ഇങ്ങനെ, അമ്മയ്ക്ക് അറിയോ ജലത്തിൽ നിന്നാണ് ആദ്യത്തെ ജീവി ഉണ്ടായത്, അത് കഴിഞ്ഞിട്ടാണ് ആംഫിബിയൻസ് ഉണ്ടായി, പിന്നെയാണ് റെപ്റ്റൈൽസ്. അപ്പൊ അങ്ങനെ ഭയങ്കര സ്റ്റൈലിൽ പറയുമ്പോ, അതൊരു വായിച്ചതാണ്, അത് എത്രത്തോളം ആധികാരികത ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ അമ്മ പറയും, അത്രേ ഉള്ളോ, എന്നാ ഞാൻ പറഞ്ഞുതരാം എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് അമ്മ പറയാണ്, ആദ്യം ഭഗവാൻ എടുത്തതാണ് മത്സ്യത്തിലാണ്, അതായത് ജലത്തിലാണ് ഭഗവാൻ ആദ്യം അവതാരം എടുത്തത്. അത് കഴിഞ്ഞിട്ട് ജലത്തിലും കരയിലും ജീവിക്കുന്ന കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ കരയിൽ വരുന്ന മാതിരി വരാഹമായിട്ട് വന്നു. പിന്നെ മനുഷ്യന്റെയും മൃഗത്തിന്റെയും, അതായത് ആ മനുഷ്യന്റെ ഒരു സൃഷ്ടിയെ പറ്റി പറയാണ്, വന്നതാണ് നരസിംഹമായിട്ട് വന്നു. പിന്നെ ചെറിയ രൂപത്തിലുള്ള വാമനനായിട്ട്, പിന്നെ പരശുരാമനായിട്ട്, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പൊ ആയുധങ്ങൾ ഉണ്ടാക്കിയപ്പോ ആയുധങ്ങൾ എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പഠിച്ചു. പിന്നെയാണ് നമ്മൾ കൃഷി എല്ലാം ചെയ്യാനായിട്ട് ബലരാമനായിട്ട് ഭഗവാൻ വന്നതും. അത് കഴിഞ്ഞ് അഹിംസ കൂടിയപ്പോൾ ബുദ്ധനായിട്ട് അവതരിച്ചു എന്നും അത് നമുക്കറിയാം, ഇതിൽ വരുന്നുണ്ട്. അല്ലാണ്ട് നമ്മുടെ ഇതിലും പറയണത് അങ്ങനെ തന്നെയാണ്, ജയദേവ ഗോസ്വാമികളും അങ്ങനെയാ പറയണത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, എല്ലാത്തിൻ്റെയും ഈ കലിയുഗത്തിൽ വരുമ്പോ എല്ലാ തരത്തിലുള്ള ദുഷ്കൃതികളും കൂടുന്ന സമയത്ത് ഭഗവാൻ കൽക്കിയായിട്ട് വന്നിട്ട് ഇതിനെല്ലാം ചെയ്യുന്നു പറയുമ്പോൾ ആ കുട്ടിക്ക് അത്ഭുതം വന്നു എന്നാ പറയുന്നത്. ഇത് വായിച്ചതാണ്, ഞാൻ പറഞ്ഞു, അത് നമ്മുടെ പരമ്പരയായിട്ടുള്ള യാതൊരു ഇതും ഇല്ല, അതെങ്ങനെ വായിച്ചപ്പോ ഇതിലിങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മള് മനസ്സിലാക്കിയിട്ടുണ്ട്, ഡാർവിൻ സിദ്ധാന്തമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡാർവിൻ പറയുന്നത് ഇത് തന്നെയാണ് അല്ലെ, ഇങ്ങനെ എന്താണ്, ഒരു ആദ്യം മത്സ്യമായിട്ട് വന്നു, പിന്നെ 2 തരത്തിലുള്ള കരയിലും ജലത്തിലും ജീവിക്കാൻ പറ്റണത് വന്നു. പിന്നെ പക്ഷെ ഡാർവിൻ പറയുന്നത് ഒരു സ്ഥലത്ത് മാത്രം, അതാണ് പ്രഭുപാദ പറയുന്നത്, ഒരു മത്സ്യത്തിൽ നിന്നല്ല മനുഷ്യൻ വന്നത് ആ ഒരു ജീവി വർഗമാണ് വേറെ, മത്സ്യങ്ങളിൽ നിന്ന് മത്സ്യം, അങ്ങനെ അല്ലാണ്ട് മത്സ്യത്തിൽ നിന്ന് ഉഭയജീവികളും ഉഭയജീവികളിൽ നിന്ന് ഇഴജന്തുക്കളും അങ്ങനെയുള്ള പരിണാമം തെറ്റാണെന്ന് നമുക്ക് പ്രഭുപാദ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോ ഈ പരിണാമ സിദ്ധാന്തം ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഒരു മത്സ്യക്കുഞ്ഞ് പ്രസവിച്ചത് മത്സ്യം തന്നെ വരുള്ളൂ.
അല്ലെങ്കിൽ ഈ മത്സ്യത്തിന്റെ അതേപോലെ തന്നെ ആമയായാലും അതിന്റെ എല്ലാത്തിനും ഓരോ സ്ഥലത്ത് പോയിട്ടുള്ള പരിണാമം സംഭവിച്ചു എന്ന് വെച്ചാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവിടെ ഇപ്പോ നമുക്കറിയാം ഒരു കാലത്ത് ചിലപ്പോൾ കടലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കും ഇന്നിപ്പോ മരുഭൂമി പോലെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ മരുഭൂമി വരുമ്പോൾ അതിൽ കുറച്ച് ജീവികള് അതിന്റെ സാഹചര്യത്തിനനുസരിച്ചിട്ട് രൂപമാറ്റം വരാം എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് കാണുന്ന എല്ലാ ജീവജാലങ്ങളും അതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടായതല്ല. അതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ്? പക്ഷെ സയന്റിസ്റ്റുകള് സമ്മതിക്കില്ല. അവര് പറയണത് നമ്മൾ അതിനെപ്പറ്റി ശരിയായിട്ടുള്ള പഠിക്കാഞ്ഞിട്ടാണ്. അതിന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, സയന്റിസ്റ്റ് അവരൊക്കെ ഭഗവാനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അവരുടെ ഭൗതികമായ അറിവ് മാത്രമാണെങ്കിൽ അവരെ മൂഢന്മാരെന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മള് അതിനെപ്പറ്റി നമാം ദുഷ്കൃതിനോ മൂഢ പ്രബന്ധ്യന്റെ നരാധമാന്ന് ഭഗവാൻ 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുന്നുണ്ട് നമുക്കല്ലേ. അങ്ങനെ ചതുർവിധോ ഭജന്തേമാം സുഹൃതോ, ഭഗവാനെ ഭജിക്കുന്ന 4 കൂട്ടരെ പറ്റിയും ഭഗവാനെ ഭജിക്കാത്ത 4 കൂട്ടരെ പറ്റിയും നമ്മൾക്ക് ദുഷ്കൃതികളും സുഹൃതികളെയും പറ്റി ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ ദുഷ്കൃതികളിൽ പെടുന്നതാണ് ഈ അറിവുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഭഗവാന്റെ ആ എന്താ പറയാ, ഭഗവാനാണ് എല്ലാത്തിന്റെയും ഉടമ എന്നും ഭഗവാന്റെ ആ ഏറ്റവും ഉയർന്ന ആ ഒരു ഇതിനെപ്പറ്റി നമ്മൾ സ്വീകരിക്കാൻ മനസ്സിൽ സ്വീകരിക്കാൻ സാധിക്കാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് അവര്. അപ്പൊ അങ്ങനെയുള്ളവര് ഒരിക്കലും, അല്ലെ നാസ്തികര് ഒരിക്കലും ഭഗവാനെ മനസ്സിലാക്കാൻ പോണില്ല. ഈ ഒരു മത്സ്യാവതാരമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയാൻ പോണത് എന്തിനാന്ന് വെച്ചാല്, അങ്ങനെ ഒരു മത്സ്യാവതാരത്തിൽ എന്തിനാ ഭഗവാൻ അവതരിക്കണേ? ഒരു ഭഗവാൻ അങ്ങനെ അവതരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ വയനാട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഇപ്പൊ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത്രയും ഭഗവാന്മാർ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഭഗവാൻ രക്ഷിച്ചില്ല? ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ അനുഭവം നിങ്ങൾ അനുഭവിക്കണം, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഭഗവാൻ പാണ്ഡവരുടെ കൂടെ ഇരുന്ന് നമ്മളെ കാണിച്ചു തരാണ്. ഏറ്റവും ഭഗവാന്റെ ഭക്തന്മാരാണ് പാണ്ഡവര്. നാരദര് പറയുന്നുണ്ട് യുധിഷ്ഠിരനോട്, യുധിഷ്ഠിര നിങ്ങൾ എന്ത് ഭാഗ്യം ചെയ്തിട്ടാണ് ഭഗവാനെ തന്നെ ഇങ്ങനെ തോഴനായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയത്, അല്ലെ? എന്തരൊക്കെ ചവിട്ടിയാലും അർജുനൻ എന്തോരം ആ ഓരോ തേര് ഓരോ സ്ഥലത്തേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അർജുനൻ ഒരു ചവിട്ടാ കൊടുക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അർജുനന് പറയാൻ അവിടെ സമയമില്ല. അപ്പൊ വടക്കോട്ട് ഇടത്തോട്ട് മുന്നോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഓരോരോ കുത്തണ അനുസരിച്ചിട്ടാണ് ഭഗവാൻ മനസ്സിലാക്കിക്കുന്നത്. അത്രയും എന്താണ്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സുദുർലഭമാണ് ഭഗവാന്റെ ഭക്തി നമുക്ക് കിട്ടാനും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഭഗവാൻ ദാസനായിട്ട് വരും ഭഗവാൻ നമ്മുടെ. അപ്പൊ അത്രയും ഭഗവാൻ സ്നേഹമുള്ള ഒരു ഭഗവാൻ, അല്ലെങ്കിൽ അത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. നമ്മളിങ്ങനെ ഭഗവാന്റെ കാരുണ്യം, എന്താ കൃപ, കാരുണ്യം, അത് രണ്ടും വ്യത്യാസം പറയാറുണ്ട്. കാരുണ്യം അതായത് ഭഗവാനിൽ നിന്ന് നമ്മള് ചോദിച്ച് മേടിക്കുന്നതാണ് കരുണ. പക്ഷെ കൃപ ഭഗവാൻ നമ്മളിലേക്ക് ചൊരിയുക ചെയ്യണം. ഭഗവാന്റെ ആ ഒരു എന്താ പറയാ, നമ്മള് ആ ഒരു ഭക്തൻ, ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് സത്യവ്രത മഹാരാജാവിന്റെ ആ ഒരു ഭഗവാന് അങ്ങനെ അങ്ങോട്ട് സന്തോഷാണ് ഭഗവാന്. അത്രയും എന്താ പറയണത്, അനാദികാലം മുതൽക്ക് എല്ലാ ജീവജാലങ്ങളെയും ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയിക്കാനാണ് പറയണത്. അങ്ങനെ ആശ്രയിക്കുന്ന ആ ഭക്തനെ, അതാണ് ഇവിടുത്തെ പ്രധാനം. ഭഗവാന്റെ പാദങ്ങളിൽ ആശ്രയിക്കുന്ന ആ ഭക്തനെ ഭഗവാൻ തന്നെ പരമഗുരുവായിട്ട് വന്ന് നിന്നാണ് എല്ലാം പറഞ്ഞു തരുന്നത്. കാരണം ഇവിടെ ഈ കൽപ്പം അവസാനിക്കുന്നത് വരെ ഭഗവാൻ സത്യവ്രത മഹാരാജാവിന് വൈദിക ജ്ഞാനം സ്വയം കൊടുത്തു. സ്വയം ചൈത്യഗുരുവായിട്ട് ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ടെങ്കിലും നമ്മളിലേക്ക് ഭഗവാന്റെ ആ കരുണ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ ആ ജ്ഞാനം സത്യവ്രത മഹാരാജാവിനെ നേരിട്ട് ഭഗവാനിൽ നിന്നും സ്വീകരിക്കാനായിട്ട് സാധിച്ചു. അപ്പോ നമ്മളെ എന്തുകൊണ്ടാ സാധിക്കാത്തത് വെച്ചാൽ നമ്മുടെ സ്വരൂപം നമ്മൾ മറന്നു പോകണം. നമ്മൾ ആരാണ്? നമ്മൾ ഭഗവാന്റെ സേവകരാണ്, അല്ലെ? അത് നമ്മൾക്ക് മറവി ഉള്ളത് കൊണ്ടാണ് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടും നമ്മൾ പുറത്തേക്ക് നോക്കിയിട്ട് ഭഗവാനെ കാണുന്നത്. പുറത്തേക്ക് നോക്കി നടക്കുക നമ്മളിങ്ങനെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് നോക്കണില്ല. നമ്മൾ എത്ര സേവ ചെയ്താലും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ഈ ജപം കൊണ്ട് നമ്മളെല്ലാം മനസ്സിലാക്കണുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് കണ്ട എല്ലാ ജീവജാലങ്ങളിലോടും ഒരേ മനോഭാവമായിരിക്കും. ഒന്നിനെ നമ്മൾ ദ്വേഷിക്കുകയില്ല, ഒന്നിനോട് നമുക്കൊരു വെറുപ്പ് ഉണ്ടാവില്ല.
ഇപ്പോൾ നമ്മൾ എങ്ങനെയുള്ള അവസ്ഥയിലായിരിക്കുന്നത്? ദേഹാവസ്ഥയിൽ. ദേഹമാണ് ആത്മാവെന്നുള്ള ചിന്തയിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇവിടെ ഈ ദേഹം എന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ലേ, വയനാട്ടിലുണ്ടായ സംഭവത്തില് ഒരു സ്ത്രീയുടെ കൈ മാത്രമാണ് കിട്ടിയത്. ആ കയ്യിലുണ്ടായിരുന്ന മോതിരം കണ്ടാണ് അവരാണ് എന്നുള്ളത് ഒരു മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പൊ ഈ ദേഹം ഒന്നുമല്ല എന്നാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത്. നമുക്കത് കാണുമ്പോൾ വിഷമം തോന്നി, നമ്മൾ അതിൽ കാണുമ്പോൾ ഇത് മനസ്സിലാക്കണതിനും ഭഗവാൻ നമ്മളെ മനസ്സിലാക്കിച്ച് തരികയാണ്. ഈ ദേഹമല്ല നിങ്ങള്, ഈ ദേഹം കൊണ്ട് നിങ്ങൾക്ക് തന്നെ ദേഹം വേണം, അത് വേറെ കാര്യം. കാരണം ഈ ദേഹം ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ദേഹാഭിമാനമല്ല നമുക്ക് വേണ്ടത്, ഭഗവാനെ സ്വീകരിക്കാനുള്ള ആ ഭഗവാന്റെ പരമഗുരുവായ ഭഗവാനെ ശരണം പ്രാപിക്കുക. അതാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാണ്ട് ആത്മജ്ഞാനത്തിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഒരു ഗുരു നമുക്ക് തരുന്ന ഉപദേശം. ആ ഉപദേശം ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ആ ഗുരു ശിഷ്യനായിട്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും നമ്മുടെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗുരു ശിഷ്യ പരമ്പരയിലേക്ക് വന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഈ ഗുരുശിഷ്യ പരമ്പരയുടെ മഹാത്മ്യമാണ് ഭഗവാൻ തന്നെ ചൈത്യഗുരുവായിട്ടിരിക്കുമ്പോ ഭഗവാൻ ഇപ്പോ നമ്മള് പറയും, നമ്മളിപ്പോ ഇന്നലത്തെ ആ ക്ലാസ്സിൽ പ്രഭു പറഞ്ഞില്ലേ, അപരാധം ചെയ്താൽ, നമ്മുടെ വൈഷ്ണവരോട് അപരാധം ചെയ്താൽ വൈഷ്ണവൻ ക്ഷമിക്കും, പക്ഷെ ഭഗവാൻ ക്ഷമിക്കില്ല എന്ന്. അപ്പൊ ഭഗവാന് അത്രയും ഇഷ്ടമാണ് ഭഗവാന്റെ ശിഷ്യന്മാരെ. അപ്പൊ അല്ലെങ്കിൽ ഭഗവാന്റെ ശിഷ്യനല്ല, ഭഗവാന്റെ ഭക്തന്മാരെ. അപ്പൊ ആ ഭക്തന്മാരാണ് നമ്മുടെ ഗുരുക്കരായിട്ട് വരുമ്പോൾ നമ്മള് അവരോട് ചെയ്യുന്ന അപരാധം, ആ അപരാധം അവരെ ഒരിക്കലും രണ്ടു തരത്തിൽ കാണില്ല. കാരണം അവര് ഭക്തന്മാരാണ്, അവർക്ക് ആരെന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ല. പക്ഷെ ഭഗവാൻ അത് ക്ഷമിക്കില്ല. അങ്ങനെയുള്ളവർ ഒരിക്കലും ഭഗവാന് ക്ഷമിക്കാൻ സാധിക്കില്ല. അപ്പൊ അത്രയും കാരുണ്യവാനായ ഭഗവാനോട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എപ്പോഴും ഭഗവാനെ ഗുരുവായിട്ടും നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ഗുരുവിനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മള് എല്ലാ ഭഗവാൻ തന്നിട്ടുള്ള ഉപദേശങ്ങളും നമ്മൾ അനുസരിക്കുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സത്യവ്രത മഹാരാജാവിന് ഭഗവാൻ പരമതത്വം എല്ലാം ഉപദേശിച്ചു കൊടുത്ത പോലെ നമുക്കും അതെല്ലാം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദിക്ക് ജയ്, ശ്രീല പ്രഭുപാദിക്ക് ജയ്, ശ്രീല ജയ് ദൂരപ്രമാന്റെ ഹരി ഹരി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, സൂപ്പർ, വളരെ നന്നായിരുന്നു, നല്ല ക്ലാസ്, വളരെ സന്തോഷം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം, പറയാണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. തെറ്റുണ്ടെങ്കിലും പറയാം. ഹരേ മാതാജി, ഈ എല്ലാ കൽപ്പത്തിലും ഈ മഹാപ്രളയം ഉണ്ടാകുന്നില്ലേ? മഹാപ്രളയം ഉണ്ടാവുന്നത് ലാസ്റ്റിലാണ് പ്രഭു. എല്ലാ കൽപ്പത്തിലും മഹാപ്രളയം ഉണ്ടാവില്ല. അതായത് 4 തരത്തിലുള്ള പ്രളയം ഉണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞത് ഓരോ പകലില് കഴിഞ്ഞിട്ട് ബ്രഹ്മാവ് ഉറങ്ങാനായിട്ട് പോവാന്നാണല്ലോ പറയാ. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പകലും ഒരു രാത്രിയാണ്. ഈ ഒരു പകലിലാണ് 14 മനുക്കൾ വരുന്നത്. അപ്പൊ ഈ ഓരോ ഇടയിലും, അതായത് ഓരോ മനുക്കൾ വരുന്നതിന്റെ ഇടയിലും ചെറിയൊരു പ്രളയം ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞ് 14 മനുക്കളും വരുന്നതിന്റെ ആ സമയത്ത് ഒരു അത്യാവശ്യം ഒരു വലിയൊരു പ്രളയം ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട്, അതായത് ഈ 14 ബ്രഹ്മാവിന്റെ 100 വയസ്സ് വരുന്നുണ്ടല്ലോ, അത് വരുമ്പോഴാണ് മഹാപ്രളയം വരുന്നത്. അങ്ങനെയാണ് പ്രളയം വരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടൊക്കെ നമ്മളിവിടെ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനെ അതിപ്പെടുന്നതാണോ? ഇതിനൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല പ്രഭു. ഇതൊക്കെ നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് അത് നമ്മള് എന്താ കർമ്മഫലം കൊണ്ടാണ്. അതെ, നമ്മൾ പ്രകൃതിയോട് ചെയ്യണത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാത്തതിന്റെ ഓരോരോ കാണിച്ചു തരികയാണ്. അതായത് ഭൂമിയിൽ അധർമ്മം സംഭവിക്കുമ്പോൾ ആ അധർമ്മികളെ ഇല്ലാണ്ടാക്കാന്ന് ചെറിയ തരത്തില് ഭൂമിദേവി നമുക്ക് തരുന്നൊരു ശിക്ഷയാണിത് സത്യം പറഞ്ഞാല്. കാരണം അത്രയും അധർമ്മമാണല്ലോ പ്രഭു. അവിടെ എന്തൊക്കെയാ നടക്കണേന്നല്ലേ പറയണത്. കുറെ എന്താണ് മലകളെല്ലാം ഇടിച്ചു നിരത്തുക, മരങ്ങളെല്ലാം വേണ്ടാന്ന് പറയണില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം മരങ്ങളായാലും നമ്മൾ ഭാഗവതത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത് ആ മരങ്ങളെല്ലാം വെട്ടിയിട്ട് അവിടെ ഇതെല്ലാം വച്ച് പിടിപ്പിച്ചു, അല്ലെങ്കിൽ എന്താ പറയാ ഇതെല്ലാം രമ്യഹർമ്മങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ അത്യാവശ്യത്തിന്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പണത്തിനോടുള്ള ആഗ്രഹമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അത്യാഗ്രഹത്തിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ശിക്ഷ
വരാണ്ടിരിക്കില്ലല്ലോ. ഇപ്പൊ തന്നെ അന്ന് ഡാം പൊട്ടിച്ചതുകൊണ്ടാണ് അത്രയും വലിയൊരു പ്രളയം പോലെ വന്നത്, അല്ലെങ്കിൽ അത്രയും വലുത് വരില്ലായിരുന്നു. അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാര്യത്തിന് നമുക്ക് ഭഗവാനെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാണ് കേട്ടോ എന്റെ ഒരു അറിവ്. അത് ഇപ്പൊ പ്രഭു ഒക്കെ വേണമെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞു തരും. ഏതെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ മാതാജി, ഞാൻ ഈ പ്രളയത്തിനെ കുറിച്ച് ഞാനൊന്ന് സപ്പോർട്ടിങ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഹരേ കൃഷ്ണ. പ്രഭു, അതായത് ഈ പ്രളയം എന്ന് പറയുമ്പോ ഇപ്പൊ കാണുന്നതല്ല പ്രളയം. ഇത് ഒരു സാധാരണ ഒരു വെള്ളപ്പൊക്കമാണ്. പ്രളയം എന്ന് പറഞ്ഞാല് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് സകല ലോകവും, 14 ലോകവും വെള്ളത്തിനടിയിലാവുന്ന കാര്യം. അപ്പൊ ഭൂമി മൊത്തം വെള്ളത്തിലാവും. ഭൂമിയിൽ ഒരു കരയും വെളിയിൽ കാണത്തില്ല. അപ്പൊ അങ്ങനത്തെ പ്രളയമാണ് പ്രളയം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഓരോ മിനി ടൈപ്പ് ഉണ്ടാവുന്നത്, ഓരോ ചതുരയുഗത്തിന്റെ അവസാനം ഒരു മിനി ടൈപ്പ് ഉണ്ടാവും. ഒരു മന്വന്തരം കഴിയുമ്പോൾ അത് ഒറിജിനൽ പ്രളയം ഉണ്ടാവും. ബ്രഹ്മദേവന്റെ കാലഘട്ടം കഴിയുമ്പോൾ അതുപോലെ മറ്റൊരു പ്രളയം ഉണ്ടാവും. അപ്പൊ അത് 14 ലോകവും വെള്ളത്തിലടിയാവുന്ന കാര്യമാണ് പ്രളയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മുടെ ഇപ്പൊ വയനാട്ടിൽ കണ്ട ഒരു ഏരിയ മാത്രം വെള്ളത്തിലാവുന്നതല്ല. ഭൂമി മുഴുവനും 14 ലോകവും വെള്ളത്തിലടിയിലാവുന്ന കാര്യമാണ്. അപ്പൊ അത് നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ്. ക്ഷമിച്ചാലോ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് മഹാപ്രളയം എന്ന് പറയുമ്പോ എല്ലാ ബ്രഹ്മാണ്ടം അങ്ങനെ തന്നെ കാരണോദകശായി വിഷ്ണുവിലേക്ക് പോകുന്നതാണ് പറയണേ, അല്ലെ പ്രഭു? ഹരേ കൃഷ്ണ. അതെ അതെ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു മാജി, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. മാജി പറഞ്ഞില്ലേ മത്സ്യരൂപത്തിൽ വന്ന് അദ്ദേഹത്തിന് സ്പർശനത്തിനുള്ള സൗഭാഗ്യം കൊടുത്തു ഭഗവാൻ, പറഞ്ഞില്ലേ മാജി? അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഈ ജന്മത്തില് നമുക്ക് ഒരാളെ തൊടുമ്പോഴും, നമ്മൾ ഓരോ മൃഗങ്ങളെ തൊടുമ്പോഴും മനുഷ്യരെ തൊടുമ്പോഴും നമ്മൾ ഭഗവാനെ തൊട്ടു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും വരില്ല. കാരണം എല്ലാവരുടെ ഉള്ളിലും ഭഗവാൻ ഉണ്ടല്ലോ. അപ്പൊ അത് വളരെ നല്ലൊരു പോയിന്റ് ആയിരുന്നു മാജി. മാജി പറഞ്ഞപ്പോ എനിക്ക് സ്ട്രൈക്ക് ആയ ഇതാണ്. ഹരേ കൃഷ്ണ. താങ്ക്സ് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒന്ന് കാണാൻ പറ്റുമോ? എന്താ പ്രഭു? പരമാനന്ദ പ്രഭു. പരമാനന്ദമല്ലേ പേരിപ്പ? നല്ല നല്ല ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പ്രഭു ഉണ്ടല്ലോ, അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ. ഇപ്പൊ കാണാൻ പറ്റില്ല പ്രഭു, ഞാൻ പിന്നെ ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. ശരി. ഒരിക്കലും ക്യാമറ ഓൺ ആവുന്നതേ ഇല്ലല്ലോ. ഹരേ കൃഷ്ണ. നമ്മുടെ പ്രഭു പറഞ്ഞതുപോലെ ക്ലാസ്സില് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുഖം കൂടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. അതായത് പറഞ്ഞാലേ എന്നും പ്രഭുവിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതെ, അങ്ങനെ ആയിക്കോട്ടെ. ഹരേ കൃഷ്ണ. അടുത്ത പ്രാവശ്യം ആവട്ടെ പ്രഭു, അടുത്ത പ്രാവശ്യം ആവട്ടെ. ശരി പ്രഭു. ശരി ശരി ശരി. ഹരേ കൃഷ്ണ.